പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്തൂർ. പയ്യന്നൂരിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കഴിഞ്ഞ 75 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമായ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശനിയാഴ്ച വൈകിട്ട് നഗരത്തിലൂടെ നടത്തിയ വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രാദേശിക വികസനവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ ICM ഡയറക്ടർ MV ശശികുമാർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് K ശിവകുമാർ സ്വാഗതവും TI മധുസൂദനൻ MLA അധ്യക്ഷതയും വഹിച്ച പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. സഹകരണ ബാങ്ക് എത്രയേറെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് ഒരു മുഖവര ആവശ്യമാണ്. സഹകരണ മേഖലയെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖല, സ്വകാര്യ മേഖല, അത് കഴിഞ്ഞാൽ സഹകരണ മേഖലയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഭരണരംഗത്ത് ആദ്യത്തെ പദവിന്യാസം ഉയർത്തിയത് രാജ്യത്തിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ സഹകരണ മേഖല നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക ഭദ്രതയുടെ ഒരു കടവറയാണ്. നോട്ട് നിരോധനമുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ. ആ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുവാനും സഹായിച്ചത് കേരളത്തിലെ സഹകരണ മേഖലയാണ്. ആ സഹകരണ മേഖല കൂടി ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളം സാമ്പത്തിക ദാരിദ്ര്യത്തിൻ്റെ അഗാധകൃത്യങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമായിരുന്നു. അതിൽ നിന്ന് പ്രതിരോധം തീർത്തത് നമ്മുടെ സഹകരണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ രംഗങ്ങളിലും, അത് വിദ്യാഭ്യാസമായിരുന്നാലും വ്യവസായമായിരുന്നാലും ആരോഗ്യ മേഖലയായിരുന്നാലും, എല്ലാ രംഗത്തും സഹകരണ മേഖലയുടെ വ്യാപനം, അതിൻ്റെ സ്വാധീനം പ്രസ്ഫുടമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞ ഒരു ഭരണചരിത്ര കാലഘട്ടമാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. ഇപ്പോൾ നിക്ഷേപ സമാഹരണ പദ്ധതി ആരംഭിക്കുന്നു. ഇത്രയാണ് നിക്ഷേപ സമാഹരണത്തിന് ഈ വർഷം ഗവൺമെൻറ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ, ആ പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനങ്ങൾക്കപ്പുറത്താണ് സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ സമാഹരിക്കപ്പെടുന്ന നമ്മുടെ നിക്ഷേപ സമാഹരണ തുക ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിക്ഷേപ സമാഹരണ തുക നൽകുകയാണ്. ബാങ്കുകളുടെ ആഹ്വാനങ്ങൾ കേട്ട് സഹകരിച്ചാലും ഒരിക്കലും ജനങ്ങൾ തെരുമാധാരമാവുകയില്ല. വിശ്വാസ്യതയുടെയും സത്യസന്ധതയുടെയും കാവൽപ്പുരകളായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കേരളത്തിലെ ഇവിടെ പയ്യന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും അതിൻ്റെ ഈ വാർഷികാഘോഷ പരിപാടി. അതിന് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കത്തക്ക നിലയിലേക്ക് പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഇതിൻ്റെ ഒരുപാട് സംഘാടകമായ സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. അവരെ എല്ലാം നിങ്ങൾ ഓർമ്മിക്കുക, ആദരിക്കുകയുമാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സഹകരണ മേഖല പ്രതിസന്ധികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ നടത്തിയ സംസ്ഥാനതല ലേഖന മത്സരത്തിൽ വിജയികളായവരെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. 80 വയസ്സ് തികഞ്ഞ ബാങ്കിലെ മെമ്പർമാരെയും ഇടപാടുകാരെയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, ബാങ്കിന്റെ മുൻ സാരഥികൾ, പയ്യന്നൂരിലെ രാഷ്ട്രീയ നേതൃത്വം, സഹകരണ മേഖലയിൽ വിവിധ ബാങ്കുകളുടെ പ്രസിഡന്റുമാർ, സഹകരണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ബാങ്കിലെ ജീവനക്കാരും നയിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്തൂർ. www.avinterior.com. For more details, call 9961339846.